വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തേടുന്ന കോൺഗ്രസ് നേതൃത്വം പി സൊണാൽജിന്റെ പേര് ഗൗരവമായി പരിഗണിക്കുന്നു. നിലവിൽ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയായ സൊണാൽജ് പാർട്ടിക്കുള്ളിലെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും സാംസ്കാരിക മേഖലയിലെ സ്വാധീനവുമാണ് തനിക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. KSU ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് തുടങ്ങി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച സൊണാൽജിന് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി അടുത്ത ബന്ധമാണുള്ളത്. നിലവിൽ KPCC ആർട്സ് ആൻഡ് കൾച്ചറൽ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. വർക്കല ഉൾപ്പെടുന്ന മേഖലയിലെ സാമുദായിക സമവാക്യങ്ങളും സൊണാൽജിന് മുതൽക്കൂട്ടായിരിക്കും. രാഷ്ട്രീയത്തിന് പുറമെ സാംസ്കാരിക ലോകത്തും സൊണാൽജ് സുപരിചിതനാണ്. കോൺഗ്രസ് ചരിത്രം ഉൾപ്പെടെ നിരവധി പ്രശസ്തമായ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ നാട്ടരങ്ങിന്റെ പ്രസിഡന്റായും ശ്രീനാരായണ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗമായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. 2023 വൈലോപ്പിള്ളി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയൻ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം അമേരിക്ക, ഖത്തർ, ബാങ്കോക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന ആഗോള കോൺഫറൻസുകളിൽ പങ്കെടുത്ത് അന്താരാഷ്ട്ര തലത്തിലും ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വർക്കലയിൽ അതിശക്തമായ ത്രികോണ മത്സരമുണ്ടാകും. CPM-നായി നിലവിലെ MLA VS ജോയ് തന്നെ മത്സരിക്കും. BJP-യും അതിശക്തനെ സ്ഥാനാർത്ഥിയാക്കും. വർക്കലയിൽ BDGS-നടക്കം ശക്തിയുണ്ട്. ഈ ശക്തികളെ നേരിടാൻ സൊണാൽജിനെ പോലെ സാംസ്കാരികമായി ഉയർന്ന നിലവാരമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. VD സതീശൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് സൊണാൽജിന്. കിളിമാനൂരുകാരനായ സൊണാൽജിന് വർക്കലയിലും മികച്ച വ്യക്തിബന്ധങ്ങളുണ്ട്. വർക്കല കഹാറിനെയും വർക്കലയിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. വയലാർ രവിയുടെ ശിഷ്യനാണ് സൊണാൽജ്.